മത്തായി ചേട്ടോ, പാറമടയിലേക്കുള്ള വഴിക്കുറുക മതിലോ? ഞങ്ങൾക്ക് കല്ലെടുക്കാൻ പോണ്ടേ കേട്ടോ. ഇതെന്ത് മറ്റെടുത്ത ന്യായമാ? കോടതി വിലക്ക് ഇരുന്നിട്ടും വീണ്ടും പാറവെടി തുടങ്ങിയില്ലേ? അത് തന്നെ ഇതിന്റെ ന്യായമെന്ന് നിന്റെ പറട്ട ചെട്ടിയോട് പോയി പറഞ്ഞാലേ. ചേട്ടോ, ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഈ ഉണക്കമതിൽ തട്ടി താഴെ ഇടാൻ മത്തായിയുടെ ബെമ്പറിന് ബലമുണ്ടോന്ന് വേണേ കാണിച്ചു തരാം. എടുക്കണ വേണ്ടി കൂത്താട്ടുകുളം മത്തായി പന്നി ശൂരനാട് കുഞ്ഞു വെച്ച ഈ മതിലിന് പൊളിക്കാൻ നിന്റെ വണ്ടിയുടെ പൂഞ്ഞായിട്ട് ബലമുണ്ടോടാ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ വണ്ടിയുടെ ടയർ റാ എന്നൊരു വട്ടം തിരിക്കേ. പിന്നെ ഒരൊറ്റ രാത്രിയെ നീ വെട്ടി പനിക്കൂ. എന്റെ മക്കളെ റിവേഴ്സ് ഇട്ടോ പനി പിടിക്കണ്ടെങ്കിൽ. ചേട്ടാ, നീർക്കെട്ട് പിടിപ്പിക്കണോ? പോയാലോ? രാവിലെ ആയാലും ഒന്ന് കേറി വാ. വൃത്തിയാൻ വരട്ടടാ. പണ്ടാറമേ പൂട്ടിക്കിടന്ന ഈ പാറമട പോലീസുകാരന്മാരെ പഞ്ചായത്തുകാരന്മാരെ അടിച്ചില്ല കഴുകി തിരുമൽ ഭഗവാന്റെ കാര്യം കൊണ്ട് റെഡിയായി വന്നപ്പോ ലോറി പോകുന്ന വഴിക്ക് നിന്റെ അപ്പം പണ്ടാരം വട്ടം കിടക്കണു. ഗുരുവായൂരപ്പ, നമുക്ക് പാറ പൊട്ടിക്കണം. ഒരു വഴി പറഞ്ഞതാടോ പണ്ടാറമേ? ഒരു വഴി പറഞ്ഞതാടോ പണ്ടാറമേ? എടോ ചെട്ടി, പാറ പൊട്ടിക്കുന്ന ശബ്ദം അപ്പൻ കേൾക്കാതിരിക്കണമെങ്കിൽ പാറമടയിൽ ഒരു സൈലൻസർ പിറ്റിയടോ പണ്ടാരം. അപ്പോ പുസ് പുസ്ന്നേ കേൾക്കൂ. കേൾക്കാൻ വേണ്ടിട്ടേ സൈലൻസർ ഫിറ്റിയാൻ പറ്റും. നമ്മൾക്കൊന്ന് നോക്കട്ടെ. നിന്റെ അപ്പം മാപ്പിളുടെ ബുദ്ധിയല്ല, നമ്മളുടെ ബുദ്ധി. എടാ ചൊരലി, ഞാൻ കെട്ടിയ മതില് പൊളിക്കാൻ നിന്റെ JCBയുടെ തുമ്പിക്കൈക്ക് ശക്തിയുണ്ട്. കാരണം അത് മോട്ടറാ. നിന്റെ തല പറിക്കാൻ കുഞ്ഞിനൊരു മോട്ടറും വേണ്ടതാ. ഇത് മതി. ഇതെന്ത് പണിയാ കുഞ്ഞിപ്പാപ്പേ? ഇങ്ങനെ പിടിച്ചു വലിച്ച അവന്റെ മുഖത്തിന്റെ ഗ്ലാമർ പോവില്ലേ? മിണ്ടരുത് ദുഃഖക്കനി. ഇതെല്ലാം വരുത്തി വെച്ചത് ഞാൻ നിനക്ക് ഈ മണ്ണ് തന്നുപോയത് കൊണ്ടാ. ഞാൻ വെച്ച മതില് അവനെ കൊണ്ട് നീ തന്നെ കെട്ടിച്ചോണം. മത്ത അമ്മയുടെ മോനെ, നീ ആ പാവളച്ച് പൂവാക്കാൻ നോക്കിയത് ശരിയായില്ല. ഒന്നുമില്ലല്ലോ, അങ്ങേര് നിന്റെ അങ്കിൾസ് അല്ലടാ. ഈ മതില് പൊളിച്ചേനെ നിന്നെ കെട്ടി വലിക്കുകയല്ല, കെട്ടി തൂക്കുക വേണ്ടത്. ഞങ്ങളുടെ അമ്മയുടെ മക്കൾ നമ്മളെ പ്രശ്നം. മോനെ என் புருஷன் மேல கை வச்சிட்டியா நீ? அந்த கைய வெட்டுறதுக்கு வராரு பாரு என் அண்ணன்.
മുണ്ടപ്പരുത്ത പെരുമാൾ യാ, ഇലയൊന്ന് എടുക്കട്ടെ. അയ്യോ, ഇതെന്തിനാ മുറിവിലുള്ള കാപ്പിപ്പൊടി എല്ലാം കൂടെ വാരിയിട്ടിരിക്കുന്നേ? അതെ, ഒറ്റമൂലിയല്ലേ സിസ്റ്ററെ? ആ ഉവ്വ. ചിലപ്പോ മെയിൻ ആർച്ചറി വല്ലതും മുറിഞ്ഞിരിപ്പുണ്ടെങ്കിലേ കാപ്പിപ്പൊടി അങ്ങ് കേറി ചെല്ലും ഹൃദയത്തിനകത്തേക്ക്. ഓഹോ, കാപ്പിപ്പൊടിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? അതാണ് കടുപ്പത്തിൽ. അയ്യോ, കടുപ്പത്തിൽ ഒരു കാപ്പി കുടിച്ച ആൾക്കാർക്കൊരു ഉഷാറ്. നമുക്കൊന്ന് ഉഷാറാക്കണ്ടേ? ഓക്കെ. മായമ്മയോ? മായ അമ്മയല്ല, മായ. വലിയ പഠിപ്പുകാരിയാണെന്നൊക്കെ പറഞ്ഞു നെസ്സായണ്ണ മോശമായിപ്പോയി. എന്ത് നേഴ്സായതോ? അതൊക്കെ വലിയ കാര്യല്ലേ. പബ്ലിക്കായിട്ട് താനെന്നെ ഊപ്പായി എന്ന് വിളിച്ചത്. തന്റെ പേര് പാപ്പോയിന്നല്ലേ? അപ്പാ മാറ്റി ഊ ആക്കി. ഈ ഊ അത്ര നല്ല അക്ഷരമല്ല മലയാളത്തില്. ഹിന്ദിയിലൊക്കെയാണ്. ഉസ്കെ പട, ഉസ്കെ പീസ് പട, ഉസ്കെ ചീസ് പട. നിങ്ങളുടെ കൽബില് നമ്മളോട് പെരുത്ത് ദേശീയ ഇല്ല, പെരുത്ത ഇഷ്ടം. ഇത് കണ്ടില്ലേടാ ഊപ്പായി? പതുക്കെ പറയടാ, ഓഡിയൻസ് കേൾക്കും. തന്റെ പേര് ഊപ്പായി എന്നാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വെറും ഒരു കണ്ടക്ടർ പോലും തന്നെ വിളിക്കുന്നത് ഊപ്പായി എന്നാ. കേട്ടില്ലേ? ഈ തൊപ്പിയിട്ടായിട്ട് കണ്ടക്ടറെ പിടിക്കല്ലേ? കേരളത്തിലെ 3 ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് ഈ തൊപ്പിയുള്ളത്. പോലീസ്, നേഴ്സ്, ഇന്ത്യൻ കഫി ഹൗസ്. മസാല ദോശ. തോട്ടി കിടക്കുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് അടച്ചായിരുന്നോ? നീ അടച്ചില്ലായിരുന്നു? അടച്ചില്ലായിരുന്നു. ഇൻഷുറൻസിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ല, അറിയാവോ? അയ്യോ, എടാ പാപ്പോയി, മാറി നിൽക്ക് അങ്ങോട്ട്. നീ ആരാന്നാ ധരിച്ചു വെച്ചിരിക്കുന്നേ? കൊള്ളി മനസ്സിരിക്കുന്ന എന്റെ കൊച്ചിനൊന്ന് തൊട്ട് നോക്കണം. ഒന്നും അറിയാത്ത ഈ പാവത്തിന്റെ മുമ്പിലിട്ട് വേണമായിരുന്നു എന്റെ മാത്തിന്റെ കയറ് മാലയ്ക്ക് പിടിച്ച് ശ്വാസം മുട്ടിക്കാൻ. ഈ സമയത്ത് അവനെന്നെ പാറ ഉടയ്ക്കാത്ത? അവൻ കുഞ്ഞിപ്പാപ്പയുടെ കോടി വയ്ക്കാൻ വേണ്ടി മനപ്പുറം മതിൽ വിളിച്ചതല്ലേ? അപ്പൊ എനിക്ക് 2 കൊടുക്കണമെന്ന് തോന്നി. ശരിയാ, ഞാൻ കൊടുത്തതാ. എടാ, അവൻ മതില് പൊളിക്കാൻ ചെന്നപ്പോഴേ നിനക്ക് പഴുത്തു. തൂങ്ങി നിന്ന് അപ്പന്റെ ശരീരം കണ്ടിട്ട് ചുഴലി നീന്നിളകി എന്റെ മകന്റെ സങ്കടം നീ അപ്പന് വേണ്ടി സൗകര്യത്തിനങ്ങ് മറക്കുന്നു. കാണാടാ. സൂര്യനാടൻ വിത്ത് സ്റ്റെപ്പിന് ടയർ 138 138 140 വിളിച്ചിരിക്കുന്നു. കപ്പൽ വാക്കൻ 140 കപ്പൽ വാക്കൻ 140 142. ആ, പൊങ്ങട്ടെ പൊങ്ങട്ടെ, ഇനിയും പൊങ്ങട്ടെ. അതെ, ബസ് എന്ന് പറയപ്പെടുന്ന ഈ സാധനത്തിന് ഇത്രയെ പൊങ്ങും. കണ്ടില്ലേ നാട്ടുകാർ ചീല തന്നെ ചുണക്കായിട്ടിരിക്കുന്നത്? ഇത് തലേന്ന് പോണോ അതോ ഇതുപോലെ അണക്കെട്ടായിട്ട് ഇവിടെ തന്നെ കിടക്കണോ? അത് പിന്നെ ഇത് തോട്ടീന്ന് കയറ്റുന്ന ഉത്തരവാദിത്തം വാങ്ങിക്കുന്നവർക്കാ. അത് ഞാൻ ഏക്കുകയല്ല. ബസ് കന്നാച്ച് 5,05,000 രൂപ. പൂച്ചക്കല്ലെ ഈച്ചാമ മകൻ കുഴി തോണ്ടി ശവപ്പെട്ടി പൊക്കി. ശവപ്പെട്ടി തോമ 5,05,000 രൂപ. ഇല്ലാടി മോനെ. നിന്റെ അപ്പൻ കെട്ടിയ മതില് പൊളിച്ച മാത്തനെ നീ കയറുമാലയ്ക്ക് പൂട്ടിയതിന്റെ ന്യായം ഈ തോമാക്ക് മനസ്സിലാവണല്ലടാ. ചങ്കൂറ്റമുണ്ടെങ്കിൽ അവന്റെ ഇച്ചേട്ടനോട് മുട്ടടാ, മുട്ടടാ, തലക്കിടിച്ച് മുട്ടടാ. നീ എന്താടാ കുടിച്ചത്? മുട്ടനാടന്റെ ചങ്കിലെ ചോര. മുട്ടടാ, ഡബിൾ ചങ്കനോട് മുട്ടാടാ. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവെ പടച്ചു വിട്ടിരിക്കുന്നു 3 എണ്ണത്തിന് പൊട്ടൻ ചൊടലി ശവം. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ കാശില്ലാതെ തലയിൽ തീച്ചുമിടാണ്ടിരിക്കുമ്പോഴാണ് ഇസ്പേർ 7 കൂലി പണിയായിട്ട് പോയി. നിന്റെ തലയിലെ തീച്ചുമുടി ഞാൻ ഇറക്കി തരാടാ. നിനക്ക് ത്യാഗിക്കാമോ? നിനക്ക് ത്യാഗം ചെയ്യാമോന്ന്? എന്താടാ, എന്റെ കിഡ്നി പണയം വെക്കാനാണോ? അയ്യരുന്നതൊരു പെണ്ണുണ്ട്, കുഞ്ഞുഞ്ഞമ്മ. ഒരുത്തൻ്റെ അപ്പടിച്ച് 5 വർഷം കൊണ്ടു കിടന്ന അവൻ പറ്റിച്ചേച്ച് എത്യോപ്യക്ക് മുങ്ങി. എല്ലാം അറിഞ്ഞ് സന്മനസ്സോടെ ചെന്നാല് 5 ലക്ഷവും 5 ഏക്കർ ഇഞ്ചി കൃഷി ഗ്യാരണ്ടി. അതുകൊണ്ടല്ലേടാ മൾബറി നിന്റെ ഈ ആക്രി പാട്ടൊക്കെ ഞാൻ 5 ലക്ഷം വിളിച്ചത്. അമ്മയുടെ മോനെ, ഇതൊക്കെ നീ നടക്കാൻ പറയുന്നതാ? എടാ, നിന്റെ സുസി എന്റെയും കൂടെ പെങ്ങളല്ലേടാ. ഒരുത്തനിൽ അപ്പടിച്ചവളെന്ന പോയിന്റ് വിട്ടാൽ നിന്റെ കല്യാണവും നടക്കും, അവളുടെ കല്യാണവും നടക്കും. എന്റെ പൊന്ന് തോമാച്ചേ, തീവണ്ടിയേക്കാൾ വലുത് സ്നേഹമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിന്റെ മുമ്പിൽ ഞാൻ പ്രണാമിക്കുന്നു.
പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്കൊരു സിൽക്ക് ജൂപ്പ വേണ്ടടാ. ഓ 28 പെണ്ണ് കണ്ടിട്ട് ഒന്നും നടക്കാത്തത് നീ എനിക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടൂല, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്നാ അല്ല, ഓരോ പെണ്ണ് കാണലിന് പോകുമ്പോ പേശ പൂശിയിട്ട് പോകുമ്പോ ഓർക്കണം. ഏത് പെണ്ണിന് മുമ്പിൽ 2 എണ്ണം പൂശിയിട്ട് പോയാലേ ഒരു കംപ്രഷൻ ഉണ്ടാവും. ശരി, ഇത്തവണ ഒരു കോംപ്രമൈസ്. എന്റെ പെങ്ങൾക്ക് വേണ്ടി നോ ഡ്രിങ്കിങ്. ഈ കുറി നീ 2 എണ്ണം കേട്ടണം. പെണ്ണിന്റെ വല്യമ്മ സ്മോളിന്റെ ടാങ്ക. നിന്റെ ആ കയറിട്ട പോത്തല കുപ്പിയായിട്ടേ പോകാവൂ. കങ്കാരു വടയാറ്റി കൊച്ചേണ്ട ബെൻസ് ആ റെഡ് വാച്ച്. ടാങ്ക് നിൽക്കുന്നു. ഇനി ചെറുതേ തരണ്ട. ഒന്നുകൂടെ. ഈ വലിയ വീട്ടിൽ കുഞ്ഞുഞ്ഞാമയും കുട്ടിയമ്മച്ചി ഒറ്റയ്ക്കാ? എന്തിനാണ് അധികം പേര്? ഇവൻ ഈ ജംബോ ജെറ്റ് കൂടെ ഉള്ളപ്പോ നീയല്ലടാ നമ്മുടെ ചെറുക്കൻ അപ്പായി. അമ്മച്ചി, ആ അപ്പയുടെ ഗ്രാമർ ഒന്ന് തെറ്റി. പാപ്പ ചെയ്യുന്ന എന്റെ പേര്. നീ പറഞ്ഞ പോലെ അമ്മച്ചി ആള് പാറ്റന്റ് ആകുക വളരെ പണ്ട്. ഒന്നുമില്ല. ഇരിക്കട്ടെ. ഇതെന്തുവാടാ മോനെ? ഇത് അമ്മച്ചിക്ക് പാപ്പയുടെ വക ഒരു വെടിമരുന്ന്. ഒരെണ്ണം കത്തിച്ചു വിട്ടാൽ പിന്നെ അമ്മച്ചേരി ജംബോ ജെറ്റ്. കുഞ്ഞുഞ്ഞാമേ, ആരെടാ? ഒരു മണ്ണെണ്ണയുടെ മണം. അതമ്മച്ചി വാറ്റിയപ്പോ ഊച്ചനട്ട വീണതായിരിക്കും. അമ്മച്ചിയെ, ഇത് പാപ്പോയുടെ വർഷങ്ങളായിട്ടുള്ള രീതിയാ. ഈ സാമ്രാണിയെ ദിവ്യമായിട്ടുള്ള ഒരു ഇടപെടലാണല്ലോ ഈ പെണ്ണ് കാണൽ. അമ്മച്ചി, പെണ്ണായാൽ പ്രേമിച്ചിടും, വണ്ടിയായാൽ കൂട്ടിയിടും. കുഞ്ഞുഞ്ഞാമ്മ ഒരാളെ പ്രേമിച്ചിരുന്നു എന്ന് കേട്ടപ്പോ എന്റെ അമ്മച്ചി എനിക്കൊക്കെ സന്തോഷമായി. ഒരു പുരുഷനെ സ്നേഹിക്കാനുള്ള മനസ്സ് കുഞ്ഞുഞ്ഞാമ്മയ്ക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ കുഞ്ഞുഞ്ഞമ്മ ആരെയാടാ പ്രേമിച്ചേ? അയ്യോ, സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടോന്ന് പറഞ്ഞത് അമ്മച്ചി. ആ, വാ മോളെ, വാ. പതുക്കെ. കാല് മേലാത്തോണ്ടല്ല ഊണുമേശ വെച്ചേക്കുവാ. അപ്പോ സ്റ്റൂ ഞാനാ ഉണ്ടാക്കിയേ. 5 ഇഞ്ചി വേണമെങ്കിൽ മതിയടാ. 9 കുത്തിയവനെ. വണ്ടിയുടെ ബോർഡ് കൊള്ളാം, പക്ഷെ ഒരു ടയർ വെട്ടി കഴിഞ്ഞ ട്രാക്ടർ പോലെ ഉണ്ട്. അതൊക്കെ പാപ്പ സ്റ്റെപ്പിനിട്ട് മാനേജ് ചെയ്തോളൂ. ഡാഷ് ബോർഡിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ, മെർക്കുറി ഉദിച്ചിരിക്കുന്ന പോലല്ലേ? അയ്യോ, എന്നാ പറഞ്ഞേ ഈ കൂട്ടുകാരൻ എന്നതാ പണി? എന്നതാ പണി? വാങ്ങുന്നവർ ഉപയോഗിക്കുന്നവർ വാങ്ങുന്നില്ല. കണ്ടുപിടിച്ചോ? അയ്യോ, എന്നാ പറഞ്ഞ? ഒരു ക്ലൂ തരാവോ? ക്ലൂ? ടീ. ആ, പട്ടി, ചട്ടി, പട്ടി. ഇതൊക്കെ വാങ്ങുന്നവർ ഉപയോഗിക്കുന്നല്ലേ കുഞ്ഞു? ഞാനൊരു ക്ലൂ തരാം. ശവപ്പെട്ടി. പോക്കണം കെട്ടവൻ. വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ വാങ്ങുന്നുമില്ല. ശവപ്പെട്ടി. കറക്റ്റാ. എന്റെ കുഞ്ഞച്ചായൻ പറഞ്ഞ കറക്റ്റാ. എന്റെ കുഞ്ഞുഞ്ഞാമ ഏത് ക്ലാസ് വരെ പഠിച്ചു? ഞാൻ PDC വരെ പഠിച്ചു. ഏത് ഗിയറിലാ പാസ്സായത്? എന്നാ പറഞ്ഞേ? ഏത് ഗിയറിലാ പാസ്സായതെന്ന്? എന്നാ ഞാൻ ന്യൂട്രലാ പാസ്സായത്. അയ്യോ, എന്റെ ചേട്ടത്തി അമ്പലത്തിൽ പോയി വന്നപ്പോ താമസിച്ചു പോയി. നല്ല ചെറുക്കൻ. നമ്മുടെ മായമ്മയോ? നിനക്കെന്നാടി ഇവിടെ കാര്യം? എനിക്ക് പഞ്ചസാരക്ക് കുത്തി വെക്കാൻ വരുന്ന പെണ്ണാ. നിനക്കെന്നെ വേണം? നമുക്കൊന്നും വേണ്ടായേ. അയ്യോ, എന്റെ അമ്മച്ചി, ഇയാൾ ഇവിടെയും വന്നോ? വട്ടയുടെ ജന്മം നൊരച്ച് എവിടെയും കയറി ചെല്ലും. നിനക്ക് ഇവനെ അറിയാവോടി മോളെ? അറിയാവോന്നാ? പഠിക്കുമ്പോ തൊട്ടേ അറിയാം. കാർക്കോടകൻ, പെരുമ്പാമ്പ്, പെമ്പിള്ളേരുടെ പുറകെ പറ്റി പിടിച്ച് നടക്കും. ഫുൾ ടൈം വെള്ളത്തിലാ. മോനെ, ഒരു കള്ളൂടിയെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു.